ജെറുസലേം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി വലിയ ദാഹത്തോടെ വരുന്ന ഒരു വലിയ കൂട്ടായ്മ ഞാൻ കാണുകയാണ്. നമ്മുടെ ആശകളിലും ആഗ്രഹങ്ങളിലും നമ്മുടെ തീരുമാനങ്ങളിലൊക്കെ ഈശോ വന്ന് നിറയട്ടെ. കർത്താവിൻ്റെ വലിയ കരുണ ഇപ്പോൾ ഇത് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ കുടുംബങ്ങളിലും വന്ന് നിറയട്ടെ എന്ന് തിരുഹൃദയ നാളിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതാ കർത്താവിൻ്റെ വചനം തരുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 51 അധ്യായം 18 വാക്യം. ജ്ഞാനത്തിനൊത്ത് ജീവിക്കാൻ ഞാൻ ഉറച്ചു, നന്മയ്ക്ക് വേണ്ടി ഞാൻ തീഷ്ണമായി ഉത്സാഹിച്ചു, ഞാൻ ഒരിക്കലും ലജ്ജിതനാവുകയില്ല. മകളെ, നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഉണ്ടായാൽ പോരാ, തീരുമാനങ്ങൾ വേണം. അവിടെയാണ് ദൈവം പ്രവർത്തിക്കുക. എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ തീരുമാനങ്ങളില്ലാത്തതുകൊണ്ട് ഒരു ജീവിതത്തിലും വലിയ സന്തോഷങ്ങളോ സമാധാനങ്ങളോ വിശ്വസ്തതയോ കണ്ടുമുട്ടാൻ സാധിക്കുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സന്തോഷവും അഭിമാനവും നൽകുന്ന ഓർമ്മയായി മാറണമെങ്കിൽ നമ്മിൽ ജ്ഞാനം വന്ന് നിറയണം, നല്ല തീരുമാനങ്ങളുണ്ടാകണം. നമ്മുടെ തീരുമാനങ്ങളും പ്രവൃത്തികളും വാക്കുകളും പെരുമാറ്റ രീതികളും ഭവനത്തിലുള്ളവർക്കോ സുഹൃത്തുക്കൾക്കോ സഹപ്രവർത്തകർക്കോ വേണ്ട വേദന ഉണ്ടാകുന്ന എന്നറിഞ്ഞാൽ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറായിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ ജ്ഞാനമുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. ജ്ഞാനത്തിനൊത്ത് ജീവിക്കാൻ പഠിക്കണം. എന്താണ് ജ്ഞാനത്തിനൊത്ത് ജീവിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മ ചെയ്യുന്നതിൽ ഒരു തീഷ്ണത, ഒരിക്കലും തളരാത്ത മനസ്സ്, എന്ത് സംഭവിച്ചാലും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള ഉറച്ചതായ ആഴമുള്ള ബോധ്യം, ഇതൊക്കെയാണ് ജ്ഞാനം നമുക്ക് കൊണ്ട് സമ്മാനിക്കുന്നത്. മറ്റുള്ളവരുടെ ഹൃദയം സ്പർശിക്കുന്ന സ്നേഹ സാന്നിധ്യം ഈ തിരുഹൃദയ മാസത്തിൽ നമ്മിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പലർക്കും വാക്കുകൾ പറയുന്നുണ്ടെങ്കിലും ഹൃദയങ്ങളെ സ്പർശിക്കാൻ സാധിക്കാത്തതുകൊണ്ട് പരിവർത്തനം വളരെ ചുരുക്കമായിട്ടാണ് കാണുന്നത്. ഇന്നതാ കർത്താവ് നമ്മോട് പറയുന്നു, ജ്ഞാനത്തിനൊത്ത് ജീവിക്കുവാൻ ഞാൻ ഉറച്ചു, തീരുമാനിച്ചു. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തിരുഹൃദയനാഥ, ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ കുടുംബങ്ങൾക്കും തലമുറകൾക്കും അനുഗ്രഹം തരണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.